നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റൂബിക്സ് ക്യൂബ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം റൂബിക്സ് ക്യൂബ് ചെയ്യുമ്പം ആദ്യം എന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിച്ചു തരാം. പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെ ഈസി മെത്തേഡിൽ പഠിപ്പിച്ചു തരും. ആദ്യം ഞാൻ പിന്നെ 3 കാര്യങ്ങളുണ്ട്. ആദ്യം ഞാൻ ജസ്റ്റ് നിങ്ങളെ ചെയ്ത് കാണിച്ചു തരാം. രണ്ടാമത് ഞാൻ ബേസിക് നിങ്ങൾക്ക് എങ്ങനെ ഇത് ബേസിക്കുകളെല്ലാം പഠിപ്പിച്ചു തരാം. മൂന്നാമത്തേന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റൂബിക്സ് ക്യൂബ് നിങ്ങളെ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മൾ റൂബിക്സ് ക്യൂബ് പഠിക്കുമ്പോൾ കുറച്ച് ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടുത്തെ മിഡിലിലെ കട്ട നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടുത്തെ മിഡിലിലെ കട്ട ഫിക്സ്ഡ് ആണ്. നമുക്കത് മാറ്റാൻ പറ്റില്ല. കണ്ട അല്ലേ, നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ കട്ട നമ്മളുടെ മാറത്തില്ല. അത് ഫിക്സ്ഡ് കട്ട, പെർമനന്റ് കട്ട അത്. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചതുപോലെ മിഡിലത്തെ കട്ട ഫിക്സ്ഡ് ആണ്, അത് മാറത്തില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ആർ. എന്താ ഇതെന്ന് വെച്ചാൽ ആർ, തിരിച്ചിങ്ങോട്ടാക്കുന്നതിന് ആർ ഡാഷ്, ആർ ഡാഷ്, ആർ ഡാഷ്. ഓക്കെ, ആർ ഡാഷ് കഴിഞ്ഞ് ഇനിയെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ ടോപ്പിൽ കട്ട ഇതുണ്ടല്ലേ, ഈ കട്ട, ഈ ഫുള്ള് കട്ട, ഈ ഫസ്റ്റ് കട്ട ഇവിടെ കണ്ടില്ലേ, ഈ കട്ടയിൽ ടോപ്പ് ലെയറിലെ കട്ടയില്ലേ, ആ കട്ട ഇങ്ങോട്ടാക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് യു. ഇങ്ങോട്ടാക്കുന്നതിന് യു. പിന്നെ നമ്മൾ തിരിച്ചാക്കുന്നതിന് യു ഡാഷ്. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ പഠിച്ച് പഠിച്ച് ആർ ഡാഷ്, യു ഡാഷ്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ചെയ്യുന്നത് നമ്മളുടെ ഈ ഫേസില്ലേ, നമ്മളെ മുമ്പിലാക്കിയിരിക്കുന്ന നമ്മുടെ ഫേസിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ, അതിനാണ് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ആക്കുന്നതിന് നമ്മൾ എഫ്, ഇതെന്ന് എഫ്. പിന്നെ തിരിച്ച് പുറലോട്ട് ആക്കുന്നതിന് എഫ് ഡാഷ്. ഇപ്പം എന്തൊക്കെ പഠിച്ച് ആർ പഠിച്ച് ആർ ഡാഷ്, യു ഡാഷ്, എഫ് ഡാഷ്. ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലെ നമ്മുടെ ഫ്രണ്ടിൽ ഈ ഭാഗം നമ്മൾ വിളിക്കുന്ന F2 എന്നാണ്. അപ്പോൾ നമ്മൾ 2 എണ്ണം കറക്കണം. ഇപ്പോൾ മുമ്പ് നമ്മൾ പഠിച്ച എഫ് ഡാഷ്, അപ്പം എഫ് ഡാഷ് എന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ F2 പഠിക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ 2 എണ്ണം കറക്കണം. എന്ന് വെച്ചാൽ ഇത് രണ്ടും കണ്ട, ഈ രണ്ടും കറക്കണം. ഇത് F2 ഡാഷ്. ഇനി നമ്മൾ അടുത്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ച് ആർ ഡാഷ്, യു ഡാഷ്, എഫ് ഡാഷ്, F2 ഡാഷ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ ചെയ്യുന്നതിന് ബി എന്ന് വിളിക്കും. നമ്മുടെ ഈ പുറയിൽ, നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പുറയിലേക്ക് പോവാം. പുറയിലെന്ന് വെച്ചാൽ ഇതിനാക്കുന്നതിന് ബാക്ക്, ബി. തിരിച്ചാക്കുന്നതിന് ബി ഡാഷ്. ഓക്കെ, ഇപ്പോൾ അടുത്തെന്ന് വെച്ച് നമ്മൾ പഠിക്കാൻ പോകുന്ന ബി എന്ന് വെച്ചാൽ ഇങ്ങോട്ട് തിരിക്കണം. നമ്മൾ ഇങ്ങോട്ട് ബി, തിരിച്ചെന്ന് വെച്ചാൽ ബി ഡാഷ്. ഇനി നമ്മൾ എല്ലാം കൂടെ റിവൈസ് ചെയ്യാം. അപ്പോൾ മിഡിലത്തെ കട്ട നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിഡിലത്തെ കട്ട ഫിക്സ്ഡ് ആണ്, നമുക്കത് മാറ്റാൻ കഴിയില്ല. കണ്ട, മുമ്പ് കാണിച്ചതുപോലെ കണ്ട, നമുക്ക് മാറ്റാൻ കഴിയില്ല. രണ്ടാമത്തേതെന്ന് വെച്ചാൽ ആർ ഡാഷ്. അടുത്തതെന്ന് വെച്ചാൽ യു ഡാഷ്, എഫ് ഡാഷ്. ഇനിയും നമ്മൾ F2 അല്ലേ, F2 ഡാഷ്. ഓക്കെ, ഇനി നമ്മൾ അപ്പം പിന്നെ ഇതെന്ന് വെച്ചാൽ ബി ഡാഷ്. അപ്പോൾ നമ്മൾ റൂബിക്സ് ക്യൂബ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യണം, അതിലേക്ക് ഇനി നമുക്ക് കടക്കാം. ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ,
അപ്പം നമുക്ക് ഇനി ഫസ്റ്റ് ലെയറിലോട്ട് കിടക്കണ്ടേ. അപ്പം നമുക്ക് ജസ്റ്റ് റൂബിക്സ് ക്യൂബ് എടുക്കാം. ഞാൻ ജസ്റ്റ് സോൾവ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ വരിവരിയായിട്ട് ഇനി വരും. സെക്കൻഡ് ലെയറും തേർഡ് ലെയറും അങ്ങനെ വരും. അപ്പം നമുക്ക് ഫസ്റ്റ് ലെയർ ഇന്ന് പഠിക്കാം. ഒന്നൊന്നായിട്ട് പഠിക്കില്ല, ഈസി. അപ്പം നമുക്ക് ഫസ്റ്റ് ലെയറിലോട്ട് കിടക്കാം. അപ്പം ഫസ്റ്റ് ലെയർ ആയി കഴിയുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ നോക്കണം. ഈ വൈറ്റ്, നിങ്ങൾ താഴത്തെ പാർട്ട് ഈ വൈറ്റ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇത് ഫുൾ കളർ വരും. ഇവിടെ കണ്ടു എല്ലായിടത്തും വൈറ്റാണ്. പിന്നെ ഇങ്ങനെ ഈ സൈഡ് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ടീ വരും. ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ റെഡ് എന്നിട്ട് ഒരു കൂർപ്പും കൂടെ വരും. ഇവിടെ ഗ്രീന് പിന്നെയും കൂർപ്പ്. എല്ലാത്തിനും അങ്ങനെ ഉണ്ട്, കണ്ട. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ചെയ്യാം. അപ്പം ഞാനിത് ജസ്റ്റ് ഇപ്പം ഷഫിളായി കിടക്കുവാണ്. എന്നാലും ഒരു ദിവസം കൂടി ഷഫിൾ ചെയ്യാം. ഇപ്പം ഞാൻ ഷഫിൾ ചെയ്ത്. അപ്പം നമ്മളിത് കാണുമ്പോൾ അയ്യോ ഇനി എവിടെ നിന്ന് തുടങ്ങുന്നതാണ് ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് യെല്ലോ എടുക്കാം. യെല്ലോ നടുക്കുള്ള സൈഡിൽ യെല്ലോ നടുക്കുള്ള സൈഡിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിലാക്കി പിടിക്കണം. നമ്മുടെ ഫേസിന് മുകളിലോട്ട് പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ 4 സൈഡിലും വൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ക്രോസ് പോലെ. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ രണ്ടിടത്തുണ്ട്, ഇങ്ങനെ ഉണ്ട്, ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ, ഇതൊരു റൈറ്റാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് തിരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വൈറ്റ് ഇടും. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ആക്കണം, എന്നിട്ട് ഇങ്ങോട്ടാക്കണം. എല്ലാവർക്കും പല പല രീതിയിലാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കണം, എന്നിട്ട് തിരിക്കണം, ഇങ്ങോട്ടും ഉണ്ട്. അപ്പം ഈ 2-3 സൈഡായി. നമുക്ക് ഇവിടെ വേണ്ട. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കണം. അപ്പോൾ ഇങ്ങനെ തിരിക്കണം. ഇങ്ങനെ ഇവിടെ അല്ലേ ഇങ്ങനെ എഴുതുന്നത്. അപ്പം നമ്മളിത് ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചാൽ മതി. ഈ രണ്ടെണ്ണം തിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ 4 വൈറ്റായി കാണുമല്ലോ. 4 ചിലവർക്ക് എന്നാ ചെയ്യുന്നത് വെച്ചില്ലേ, ഇങ്ങനെ കെട്ടുമ്പോൾ ഇവിടെ കാണും, ചിലപ്പോൾ വൈറ്റ് ഇവിടെ കാണും. അത് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 4 സൈഡ് നിങ്ങൾ നോക്കേണ്ടത്. അതാണ് ഇവിടെ വരുന്നത് നിങ്ങൾ നോക്കണ്ട, ഇവിടെ വരുന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ക്രോസ് സൈന് സോൾവ് ചെയ്ത്. അപ്പം ഇനി നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളിത് എപ്പോഴും ഫ്രണ്ടിലാക്കി പിടിക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ എന്ത് പറഞ്ഞാലും ചെയ്യുമ്പോൾ നമ്മളിത് ഫ്രണ്ടിലാക്കി പിടിക്കാം. ഞാൻ എപ്പോഴാണ് ഇത് താവോട്ട് ഇങ്ങനെയൊക്കെ തിരിക്കാൻ പറയുന്നത് അപ്പോഴേ നിങ്ങൾ തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിലാക്കി പിടിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ സൈഡൊക്കെ ഇത് എന്നിട്ട് മിക്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ വൈറ്റ് കെട്ടില്ലേ, 4 എണ്ണമുള്ള വൈറ്റ് കെട്ടാ. ആ വൈറ്റ് കെട്ടാ ഇപ്പോൾ ഇവിടെ ഓറഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നടുക്ക് കാണുന്നുണ്ടോ, ഇത് പിങ്കാണ് ഇവിടെ. അപ്പോൾ ഇത് നമ്മൾക്ക് ഇത് രണ്ടും കൂടെ ചേരത്തില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഇങ്ങനെ തിരിക്കണം. ഇത് ബ്ലൂവാ, ഇത് രണ്ടും ചേരത്തില്ല. കണ്ട കിട്ടി നമുക്ക് അടുത്ത കളറ്. ഇത് രണ്ടും ചേരും, കണ്ട ഇത് രണ്ടും ഓറഞ്ചാണ്. അപ്പം ഇത് രണ്ടും ചേരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ഈ റൈറ്റ് സൈഡ് തിരിക്കണം. 1 2. അപ്പോൾ നമ്മൾ കണ്ട ഇതിവിടെ എത്തി, കണ്ട ഇത് രണ്ടെണ്ണം കൂടെ ആയി. അതിൻ്റെ നമുക്ക് ഇങ്ങനെ പിടിക്കാം. പിന്നെ ഇത് നമുക്ക് കണ്ടല്ലോ, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ വേണം നോക്കിക്കോ ഇത് ഇവിടെ ഉണ്ടോയെന്നില്ല, നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോവും. എന്നിട്ട് പിന്നെ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ഇനി തിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു വൈറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ ബ്ലൂവാണ്. അപ്പം ഇത് രണ്ടും ചേർത്തില്ലല്ലോ, പിന്നെ നമുക്ക് പിന്നെയും തിരിക്കാം. ഇത് പിങ്ക ചേരില്ല. അപ്പോൾ ആണ്ട ബ്ലൂ കിട്ടി, നമുക്ക് 2 ബ്ലൂ ആയല്ലോ. അപ്പോൾ 1 2. അപ്പോൾ അടുത്ത കളറും വന്ന് ഇവിടെ 2 കളറായി. ഇവിടെ ഓറഞ്ച്, ഇവിടെ ബ്ലൂ. ഇനി അടുത്ത കളർ നമ്മൾ ഇവിടുന്ന് 2-3 കളർ പോയില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഗ്രീൻ. ഇവിടെ ഇത് രണ്ടും ചേർത്തില്ല, അപ്പോൾ ഇത് നമ്മൾ തിരിക്കാം. അപ്പം 2 ചേർന്നു. ഇനി നമുക്ക് തിരിക്കാം. 1 2. ഇതിങ്ങനെ ആയി കിടക്കും. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചാൽ മതി 1 2. അപ്പോൾ നമ്മളുടെ ഇത് 4 ക്രോസായി. ഇപ്പം നമ്മൾ ക്രോസും സൈഡ്സും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടി. അപ്പം ഈ സൈഡ് ഈ ക്രോസ് ആയിട്ട് നമ്മൾ താവോട്ട് പിടിക്കണം. ഈ സൈഡ് താവോട്ടാക്കി പിടിക്കണം. എന്നിട്ട് നമുക്കിവിടെ ഒത്തിരി വൈറ്റ് കാണുന്നുണ്ടല്ലേ, ഇതിലൂടെ. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് എടുക്കാം. ഇവിടെ ഇത് രണ്ടും ഒന്നിച്ചാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഈ വൈറ്റ് ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നുണ്ട്. ഈ വൈറ്റ് നമ്മൾ ഇപ്പം ഈ രണ്ടും ഗ്രീനാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിലാക്കി പിടിക്കണം. ഇത് ഫ്രണ്ടിലാക്കി പിടിച്ചിട്ട് ഈ സൈഡ് ഇതല്ലാതെ നമ്മുടെ ഈ കട്ട നമ്മൾ മുകളിലോട്ടാക്കണം, സൈഡിലോട്ടാക്കണം, എന്നിട്ട് താവോട്ടാക്കണം.
അപ്പം ഇത് നമുക്ക് താഴോട്ട് പോയി, പക്ഷേ വേറെ ഇങ്ങനെ വേറെ കളർ വന്നു ഇവിടെ ആണല്ലേ. മുമ്പ് ഇങ്ങനെ ക്രോസ് ആയിരുന്നു, ഇവിടെ വേറെ വന്നു. അപ്പം ഇത് നമുക്ക് ബ്ലൂ അടുത്ത തട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ബ്ലൂ നമുക്ക് സൈഡിലോട്ടാക്കാം. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആയി. അപ്പോൾ നമുക്ക് ഈ സൈഡിനെ മാറ്റി പിടിക്കാം. ഇങ്ങനെ ആക്കണം, അങ്ങോട്ടാക്കണം, സൈഡിലോട്ടാക്കണം, താവോട്ടാക്കണം. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കളർ കിട്ടി. അപ്പോൾ ഇപ്പം ഈ എത്ര ഭാഗം സോൾവ് ആയി കിട്ടി. ഇനി നമുക്ക് 2 കളറും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പിന്നെ ഇത് താവോട്ടാക്കി പിടിച്ചിട്ട് ഇവിടെ താഴെ ഒരു കളറുണ്ട്, നമുക്കത് മുകളിലോട്ടാക്കാം. ഇനിയും സൈഡിലോട്ടാക്കാം, എന്നിട്ട് താവോട്ടാക്കാം. അപ്പോൾ നമുക്ക് വേറെ ഇവിടെ കളർ കിട്ടി. അപ്പോൾ നമ്മളിപ്പം താഴെ എടുക്കാൻ പഠിച്ചു, ഇവിടുന്ന് എടുക്കാൻ പഠിച്ചു. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇത് 2 കട്ട് ചെയ്യാം. അപ്പം ഇത് നമുക്ക് ഇപ്പം ഇവിടെ ഓർന്നുണ്ട്, നമുക്കറിയാം. ഇത് ജസ്റ്റ് നമുക്ക് തിരിച്ചാൽ മതി ഇങ്ങോട്ട്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് സൈഡ് ഇങ്ങോട്ടാക്കി പിടിക്കണം, നേരെ ആക്കണം, സൈഡിലോട്ടാക്കണം, താവോട്ടാക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് കാണിച്ചതുപോലെ, ഞാൻ ആദ്യം കാണിച്ചതുപോലെ നമുക്കിവിടെ വൈറ്റ് ഫുള്ളായി കിട്ടി. ഇങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി, ഇങ്ങനെ എല്ലായിടത്തും കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ സോൾവ് ആയി കിട്ടി. നമുക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഇതിങ്ങനെ അടിയിൽ വൈറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫാമിലി ഫ്രണ്ട്സുമായിട്ട് വാച്ച് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ബൈ. അപ്പം ഇനി ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ നിങ്ങളെ കാണിച്ചെന്നില്ലേ, ആ ഫസ്റ്റ് ലെയർ നിങ്ങൾ നല്ലതായിട്ട് പഠിക്കണം. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ്, സെക്കൻഡ് ലെയർ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ റെഡ് കളർ പോലെ കാണും. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റെഡ് കളർ അല്ലായിരിക്കും. പിന്നെ നിങ്ങൾ ബെൽ ബട്ടണും കൂടെ എനേബിൾ ഇട്ട് ഓൾ ആക്കണം. ഇല്ലേ ഞാൻ രണ്ടാമത്തെ വീഡിയോ റൂബിക്സ് ക്യൂബ് സെക്കൻഡ് ലെയർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഓൾ ആക്കിയിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ച സെക്കൻഡ് ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്കും ചെയ്യണം, ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ബൈ.